തണുക്കാതെ മെല്ലെ ചേർക്കും നേരത്തു നീ വിറയ്ക്കുന്നു മെയ് മാറും വേറെന്തിനോ ആശിച്ചു ഞാൻ തോരാത്തേ പൂമാരിയിൽ മൂടത്തെ ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വ്ളോഗിൽ നമ്മുടെ ഊട്ടിയിലെ ഡേ 2ൻ്റെ വിശേഷങ്ങളാണ്. ഡേ 1 വ്ളോഗ് ചാനലിലുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ പ്ലീസ് വാച്ച്. ഇന്ന് നമ്മൾ ഇവിടെ കുറച്ച് പ്ലേസ് വിസിറ്റ് ചെയ്യാനാണ് പ്ലാൻ. ഇതാണ് ഈ കോട്ടേജിൻ്റെ പുറത്തുള്ള വ്യൂ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ഞാൻ കുറേ നേരം അവിടെ നിന്ന് വേണി ഞാൻ രാവിലെ എണീറ്റ് ഇവിടെ നിന്ന്. രാവിലെ തന്നെ നല്ല തണുപ്പാണ്. തണുപ്പ് കാരണം എല്ലാവരും നേരത്തെ എണീറ്റു. ആദ്യം ഇതുവരെ എണീറ്റില്ല. നൈറ്റ് ചെറിയ ജലദോഷമൊക്കെ ഉണ്ടായതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഉണർന്നായിരുന്നു. എല്ലാം ഉറങ്ങുകയാണ്. കഴിഞ്ഞില്ലേ? സമയം എത്രയാണെന്ന് അറിയാം. കൊടുത്തു വെച്ചുകൊണ്ടിരിക്കുക 10 മണിക്കൂർ 9 മണിയൊക്കെ ആയപ്പോൾ എല്ലാവരും റെഡിയായി, പാക്ക് ചെയ്തൊക്കെ ഇറങ്ങി. പറ്റണില്ല വിചാരിച്ചപ്പോൾ നമുക്ക് തിരിച്ചു പോകാം. എപ്പോഴും പോകുമ്പോൾ അങ്ങനെ ഒരു ഇതിലാവുമ്പോഴേ കൊണ്ടുപോകാറുള്ളൂ. അപ്പം നമ്മൾ പറഞ്ഞ അവർക്ക് മനസ്സിലാവും തണുപ്പിനാണ് നമുക്ക് അതിലിട്ടാൽ തണുപ്പ് മാറും. അപ്പോൾ അവിടെ നടക്കണമല്ലേ. അത് നോക്ക്, തേയില നോക്ക്. അത് എന്തോന്ന് കഴിക്കണേ? എന്തോന്ന് കഴിക്കണേ? പറ. ആപ്പിൾ. ആപ്പിൾ. ഗുഡ് ഗേൾ. നമ്മളിപ്പോൾ പോകുന്നത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ്. ഇവിടെ ബൊട്ടാണിക്കൽ ഗാർഡനിലാണ് ഇപ്പോൾ വന്നേക്കുന്നത്. ഇവിടെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്നാണ് ഫുഡ് കഴിക്കാനായിട്ട് പോകുന്നത്. ഇതാണ് നമ്മൾ ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പ്ലാൻ ചെയ്യുന്ന ഇത്. അച്ഛൻ നോക്ക്, അച്ഛൻ നോക്ക്. ഹായ് പറ, ഹായ് പറ, ഹായ് പറ, ഹായ് പറ, ഹായ്. അത് ഊന്ന് പോട്. അതിൻ്റെ കണ്ണാടി കാറിയുണ്ട്. വെള്ളം കുടിക്കില്ല, വെള്ളം വാങ്ങും. അവിടെ നിന്നോ ഫോട്ടോ എടുക്കും.
ഇത് ബൊട്ടാണിക്കൽ ഗാർഡൻ ആണ്. ഇവിടെ ഒരുപാടുണ്ട് കാണാനായിട്ട്. പക്ഷേ നമ്മൾ എത്തിയപ്പോഴേക്കും ലേറ്റായി, നല്ല വെയിലൊക്കെ വന്നു. അപ്പോൾ പിന്നെ അധികം ചുറ്റിക്കറങ്ങി കാണാൻ നിന്നില്ല. ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് അടുത്ത സ്പോട്ടിലോട്ട് പോകാമെന്ന് വെച്ചു. അടുത്ത് നമ്മൾ പോകുന്നത് ബോട്ട് ഹൗസ് വിസിറ്റ് ചെയ്യാനാണ്. വീക്കെൻഡ് ആയതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു. നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് അകത്ത് കയറി. ടിക്കറ്റ് എടുക്കാനായിട്ട് നല്ല ക്യൂ ഉണ്ടായിരുന്നു. അകത്ത് നല്ല ക്രൗഡായിരുന്നു. ബോർഡിൽ കയറാനായിട്ട് ട്രൈ ചെയ്തു. പക്ഷെ നല്ല തിരക്കായതുകൊണ്ട് ഒരുപാട് ടൈം വെയിറ്റ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ആ പ്ലെയിൻ അവിടെ ഡ്രോപ്പ് ചെയ്തു. അതുകൊണ്ട് ഇവിടെ ഒന്നും കയറാൻ പറ്റൂല. ബിലോ 2 years ഉള്ള പിള്ളേരുടെ ഇല്ല. സോ അതിന് കയറാൻ പറ്റുമായിരുന്നെങ്കിൽ നമുക്ക് അതും കൂടെ കയറ്റാമായിരുന്നു. അങ്ങനെ ഇവിടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്ത് കുറേ കാഴ്ചകളൊക്കെ കണ്ട് ഐസ്ക്രീം കുടിച്ച് കോണൊക്കെ വാങ്ങി കഴിച്ച് പിന്നെ ചെറിയ പർച്ചേസൊക്കെ നടത്തിയിട്ട് അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നമ്മൾ പോകുന്ന വഴി കുറേ നല്ല സ്ഥലങ്ങൾ കണ്ടു. അപ്പോൾ അവിടെ ഇറങ്ങി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ് പോയത്. ഈ ഊട്ടിയിലെ ഓരോരോ പ്ലേസസും തമ്മിൽ ഒരുപാട് ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ ഓരോ സ്ഥലത്തെത്താൻ ഒരുപാട് ട്രാവൽ ചെയ്യേണ്ടി വന്നു. അതിനിടയ്ക്ക് കണ്ട സ്ഥലങ്ങളാണ് ഇതൊക്കെ. ഇവിടെ പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല. പക്ഷേ സ്ഥലത്തിൻ്റെ ഭംഗി കണ്ടിറങ്ങി കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അത് ഉറങ്ങിയിരിക്കുകയാണ്. ഇതാ ഇപ്പം നമ്മൾ എത്തിയിരിക്കുന്നത് പൈൻ ഫോറസ്റ്റിലാണ്. താഴെ വരെ പോകണം. ഞാനെന്തിനു പോകണം? ഞാൻ ഇവളെയും കൊണ്ട് അവിടെ എവിടെയെങ്കിലും ഇരിക്കാം. എനിക്കിതൊന്നും കാണില്ല. ഹൗസ് പോണുണ്ടോ? അതെന്തോ അത് വീഡിയോ എടുക്കുമ്പോൾ ആരും അറിയില്ല. വീഡിയോ കാറിൽ വരുന്നത് ഭയങ്കര റിസ്ക്കാണ്. ഹെയർ പിന്നെ ശരിയല്ല. ചവിട്ടിത്തരത്തില്ല. വണ്ടി കൊണ്ടുവന്ന് കുഴി കയറ്റി വെപ്പ് ഒരു ബഹളമാണ്. ഒരു മര്യാദയില്ലാത്ത ഡ്രൈവിംഗ് ആണ്. ഇത്രയും ദൂരം നടന്ന് കയറണം ഗൈസ്. ഇത്രയും സ്ഥലം വിസിറ്റ് ചെയ്തപ്പോൾ തന്നെ സമയം 3 മണിയായി. പിന്നെ എല്ലാവർക്കും നല്ല വിശപ്പായി. അങ്ങനെ ഫുഡ് കഴിക്കാനായിട്ട്
തീരുമാനിച്ചു. നമ്മൾ തലശ്ശേരി തക്കാരം റെസ്റ്റോറൻറ്റിലാണ് കയറിയത്. കുഴിമന്തി ഓർഡർ ചെയ്തു. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് പർച്ചേസൊക്കെ നടത്തി. ക്യാപ്പൊക്കെ വാങ്ങി ഉള്ളൻ വേൾഡിൽ നിന്ന്. പിന്നെ ചോക്ലേറ്റ്സ് വാങ്ങി. ഇതും പർച്ചേസൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ നല്ല ലേറ്റായി. പിന്നെ നമ്മൾ വേറെ സ്ഥലമൊന്നും വിസിറ്റ് ചെയ്യാൻ നിന്നില്ല. നമ്മൾ ഊട്ടിയിൽ നിന്ന് ഇറങ്ങാൻ തീരുമാനിച്ചു. എല്ലാവരും നല്ല ടയേർഡായിരുന്നു. നല്ല ട്രാവൽ ഉണ്ടായിരുന്നല്ലോ. ഇപ്പം നമ്മൾ തിരുപ്പൂരെത്തി. ആദൂട്ടിക്ക് ഫുഡ് വാങ്ങാനായിട്ട് ഒരു റെസ്റ്റോറൻറ്റിൽ നിർത്തിയേക്കുവാണ്. ഈവനിങ് ലേറ്റായിട്ട് ഫുഡ് കഴിച്ചുകൊണ്ട് വേറെ ആർക്കും വിശപ്പുണ്ടായിരുന്നില്ല. അപ്പോൾ ആദൂട്ടിക്ക് മാത്രം ഫുഡ് പാഴ്സൽ വാങ്ങി. കുറേ ദൂരം ആയപ്പോഴേക്കും എല്ലാവർക്കും നല്ല ഉറക്കം വന്നു തുടങ്ങി. പിന്നെ ഒരു കട്ടൻ കുടിക്കാൻ വേണ്ടിയിട്ട് നിർത്തി. ആദൂട്ടി ഫുഡൊക്കെ കഴിച്ച് നല്ല ഉറക്കമായി. വീടെത്തി, യാത്രയൊക്കെ തീർന്നു. എന്തിനാണ് ഉറക്കത്തിൽ തിരിച്ച് ഡാൻസ് ആടേ. എവിടെയാണ് ചായ കട? വീടെത്താറായപ്പോഴേക്ക് ആദ്യം ഉണർന്നു. അങ്ങനെ നമ്മൾ മോർണിംഗ് ഒരു 7 മണിയൊക്കെ ആയപ്പോൾ വീട്ടിലെത്തി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ ബൈ.